മോഹിനിയാട്ടം, നാടോടി നൃത്തം, മോണോ ആക്ട്, കലയേതുമാകട്ടെ ഒന്നാം സ്ഥാനം ആർക്കാ? നവോമിക കൃഷ്ണൻ. പേര് തന്നെ ഒരല്പം പ്രത്യേകതയുള്ള ആളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പേരിൽ പ്രത്യേകത, പെർഫോമൻസിലൊക്കെ അതിനേക്കാൾ നല്ല പ്രത്യേകത. ഏതാണ്ട് 10ാം ക്ലാസ് തൊട്ട് ഇപ്പോൾ +2 ആണല്ലേ? ഏതൊക്കെ ഇനങ്ങളിലാണ് കഴിഞ്ഞ വർഷം ഇപ്പോഴൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? മോഹിനിയാട്ടം, നാടോടി നൃത്തം, മോണാക്ട്. അപ്പോൾ ഈ 3 ഇതിനാണ് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റേറ്റിലേക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഇന്നലെ മോഹിനിയാട്ടം കഴിഞ്ഞു, ഇന്നിപ്പം മോണാക്ട് കഴിഞ്ഞു. സന്തോഷം. പിന്നെ +2 ആണ്, അതിൻ്റെ സങ്കടം ഉണ്ട്. കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട്. കലോത്സവ വേദികളിൽ ഇനി ഒരു മത്സരാർത്ഥിയായിട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒരു സങ്കടം. പക്ഷേ നമ്മൾ മത്സരിച്ച ഇനങ്ങളിലെല്ലാം ഫസ്റ്റ് ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ ആ മത്സര ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? അതിലെ സ്ഥാനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? മോഹിനിയാട്ടം ഇന്നലെ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ നിന്നും പിന്നെ മോഹിനിയാട്ടത്തിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നാടോടി നൃത്തമായിരുന്നു, നാടോടി നൃത്തത്തിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മോണാക്ട് ഉണ്ടായിരുന്നു, മോണാക്ടിന് എ ഗ്രേഡ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും എ ഗ്രേഡ്, അക്കാര്യം വിട്ടുകൊടുക്കുന്നില്ല. പ്രധാനമായിട്ട് ഇന്ന് അവതരിപ്പിച്ച വിഷയത്തിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്ത് വിഷയമാണ് പിന്നെ അവതരിപ്പിച്ചത്? എടുക്കാനുണ്ടായ കാരണം എന്താണ്? ഇന്ന് കാശ്മീർ കലാപമാണ് എടുത്തത്. കാരണം ഇപ്പം സാറ് ഒരു വിഷയം തരുമ്പം ചോദിക്കും, നിനക്കിഷ്ടമുള്ള എടുത്തോന്ന് പറയും. പക്ഷേ സാറ് പറയും ലാസ്റ്റ് ഞാൻ തീരുമാനിക്കും, അത് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വേറൊരു വിഷയമായിരുന്നു എടുത്തത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അത് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുക ഈ ഒരു വിഷയമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സാർ എടുത്ത് തന്നതാണ് കാശ്മീർ കലാപം. ഈ പേരിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അറിയാമോ? എന്താണ് അതിൻ്റെ പ്രത്യേകത? പേര് അച്ഛനും അമ്മ ഇട്ടതാണ്. എന്താ, ലക്ഷ്മി ദേവി എന്നാണ് അർത്ഥം. സംസ്കൃതമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പേര് നോക്കും. നവോമിക കൃഷ്ണൻ. നവോമിക കൃഷ്ണൻ. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ആ പേര് കേൾക്കുന്നത്. നമുക്ക് ആ പെർഫോമൻസ് കൂടി, മോണോ ആക്ട് പെർഫോമൻസ് കൂടി നമുക്കൊന്ന് കാണാം. സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ ലിഖിതമാക്കേണ്ട ചരിത്ര മുഹൂർത്തത്തിന് ഒരടിക്കുറിപ്പ്. പുത്രദുഃഖം ദിനേ ദിനേ വർദ്ധിതം. കാശ്മീർ താഴ്വരയിലെ ഈ പുത്രബലി ചരിത്രാഖ്യായികാകാരന്മാരുടെ മനസാക്ഷിയെ തൊട്ടുണർത്തുമെങ്കിൽ ഇത് ഒരേകാഭിനയം മാത്രമല്ല, എന്റെ ഒറ്റയാൾ പോരാട്ടം കൂടിയാണ്. കുതിരകളെയും കൂട്ടിയാ തേങ്ങ വന്നിറങ്ങി എന്നോട് ചോദിക്കാ, ഉമ്മാ പാപ്പാക്ക് സുഖല്ലേന്ന്. മറക്കാം, എല്ലാം നമുക്ക് മറക്കാം. എങ്ങനെയാന്ന് കൂടി പറ. പെറ്റവയറ് താങ്ങുന്നില്ലല്ലോ ഉറക്കെ. മറക്കാൻ ശ്രമിക്കുന്നോറും ഓർമ്മകൾ നീയും പിന്തുടരുക. എന്നാലും ശരിക്കും മോന് എന്താ പറ്റിയേ? तुम कौन है? मेरे सवाल है। सवाल देखो ना बाबूजी, हमारा टूरिस्ट वाला है, टूरिस्ट वाला। तुम जाओ, അവരെ എനിക്ക് വേണം. എന്റെ സംഖ്യ ഒരു തുള്ളി ചോരയുണ്ട്. അവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ബാബാ, ഓട്, ഓടി രക്ഷപ്പെടേ. രക്ഷപ്പെട്ടാൽ നീ രക്ഷപ്പെടില്ല. ഇവർക്ക് വേണ്ടിയാ നമ്മുടെ മോൻ പുറത്തായി. ഞാനവരെ കണ്ട എന്റെ മോൻ
തിരിച്ചുവരൂ. സൈദേ, ഉമ്മാടെ മോനെ, എന്റെ മോനെ തിരിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഉമ്മ, അമ്മയുടെ മകൻ തന്ന ദാനമാണ് ഞങ്ങളുടെ ഈ ജീവിതം. അമ്മക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചെടുക്കാം. വയ്യ. 5 നേരം മുടങ്ങാതെ നിസ്കരിക്കണ ഇസ്ലാമാണ്. കൊടുത്ത സദക്ക തിരിച്ചു വാങ്ങുന്നവൻ ഇസ്ലാമാവൂല. എങ്കിൽ പറ, നിങ്ങളുടെ മകൻ തന്ന ദാനത്തിന് ഞാൻ എന്താ തിരിച്ചു തരേണ്ടത്? വീട്ടിയ താടി വെച്ച് തലപ്പാ കെട്ടി തക്ബീർ ചൊല്ലി ഇസ്ലാമാന്ന് പറയണ കാഫിറുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടാതിരുന്ന മാത്രം മതി. ഈശ്വരന്മാരെ, ഇവരോട് ഞാൻ എന്താ പറയാ? എന്തിനാ നീ എന്നെ ഒരു ഹിന്ദു ആക്കിയത്? എന്തിനാ ഇവരെ ഒരു ഇസ്ലാമാക്കിയത്? ഇവരുടെ മകൻ തന്ന ദാനമായ എന്റെ പൊന്നു മോനെങ്കിലും നീ ഒരു മനുഷ്യനാക്കിത്താ. ഇവന്റെ ചെയ്തല്ലേ? ഇവന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ. എന്റെ മോനെ കിട്ടാ. ആദിൽ ഹുസൈൻ ഷാ ഇന്നും ജീവിക്കുന്നു കൈലാഷ് എന്ന ഹൈന്ദവനിലൂടെ. നന്ദി, നമസ്കാരം.